ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ചേലക്കര ബെങ്ങാനല്ലൂരിലെ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റിൽ വൻ അഗ്നിബാധ. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേന തീയണച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി സൂചന. ചേലക്കര ബെങ്ങാനല്ലൂരിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിലുണ്ടായ വൻ അഗ്നിബാധ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നിയന്ത്രണ വിധേയമാക്കി. ബെങ്ങാനല്ലൂരിലെ ശ്രീമാധവ പെറ്റ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിനാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ തീപിടിച്ചത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഉൽപ്പന്നങ്ങളും നിറഞ്ഞ യൂണിറ്റ് ആയതിനാൽ തീ അതിവേഗം ആളിപ്പടരുകയായിരുന്നു. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്നും അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഏകദേശം 1 മണിക്കൂറിലേറെ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യൂണിറ്റിൽ നിന്നും വൻതോതിൽ കറുത്ത പുക ഉയരുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്ക പരത്തിയിരുന്നു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിൽ ഫയർ ഉദ്യോഗസ്ഥരായ മുകേഷ്, ഷിബു, സുധീഷ്, അജിത്, നിതിൻ ദേവ്, മനു മോഹൻ, ചെറിയാൻ എന്നിവരും ചേലക്കര പോലീസും നാട്ടുകാരും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. കൃത്യസമയത്തെ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തം ഒഴിവാക്കാനായി. ന്യൂസ് ഡെസ്ക് CCV.